ഇന്ന് ന്യൂസ് ആംഗിൾ ചർച്ച ചെയ്യുന്ന വിഷയം ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ അതിരുവിട്ടുള്ള പ്രതിഷേധത്തെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വിടുന്ന മട്ടില്ല. വി.ഡി. സതീശൻ യൂത്ത് കോൺഗ്രസിനെ ദൈനംദിന കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട എന്നാണ് സംഘടനയുടെ നിലപാട്. നേതാവ് പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് നയം മാറ്റില്ലേ? ഒ.ജെ. ജനീഷ് വി.ഡി. സതീശൻ പറഞ്ഞാലും തിരുത്താത്തതിന് പിന്നിൽ എന്താണ്? ഇന്നലെ ഒ.ജെ. ജനീഷ് ന്യൂസ് മലയാളത്തോട് നടത്തിയ പ്രതികരണം ആദ്യം നമുക്ക് കേൾക്കാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനോട് ഇന്ന സമരം നടത്തുമെന്ന് ഉപദേശിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അതാണ് പണി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഓരോ ദൈനംദിന സമരങ്ങളിൽ ഇടപെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. പാർട്ടി നേതാക്കന്മാർ ഈ സമരത്തിന്റെയും അല്ലെങ്കിൽ സമരരീതിയും തള്ളിപ്പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ തള്ളിപ്പറയാൻ തയ്യാറല്ല. അവർ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു സമരമാണ്. അത് എത്രയോ നിരാലംബരും നിരാശ്രയമായ സാധാരണക്കാരുടെ നെഞ്ചിൽ ഈ ആരോഗ്യവകുപ്പിന്റെ പോരായ്മകൾ കൊണ്ട് റീത്ത് വെക്കപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ലെവിൻ കെ വിജയൻ വിശകലനവുമായി നമുക്കൊപ്പം തത്സമയമുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ആരോഗ്യരംഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളിൽ ഉണ്ടായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചുകൊണ്ട് നടത്തിയത്. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലൊക്കെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടു. യൂത്ത് കോൺഗ്രസുകാരെ നേരിടുന്ന ആരോഗ്യമന്ത്രിയെയും കണ്ടു. യൂത്ത് കോൺഗ്രസുകാരോടെ വെല്ലുവിളിക്കുന്ന ആരോഗ്യമന്ത്രിയെ നമ്മൾ ഇന്നലെ കണ്ടു പ്രതിഷേധത്തിന്റെ ഭാഗമായി. അതിനുശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ വന്നെന്നുള്ള പ്രതികരണം. ഒന്ന്, ഈ പ്രതിഷേധത്തെ ഒന്നും സ്വാഗതം ചെയ്യാത്ത രീതിയിലായിരുന്നു വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. പിന്നാലെ വന്ന മറ്റൊന്ന് കെ മുരളീധരന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം തള്ളാതെയും കൊള്ളാതെയുമുള്ള പ്രതികരണമായിരുന്നു കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനൊക്കെ ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മളോടക്കം സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിന് മറ്റു പല പണികളുമുണ്ടല്ലോ, മറ്റു പല ജോലികളുമുണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. പുതുയുഗ യാത്രയുമായിട്ടൊക്കെ അദ്ദേഹം നടക്കുകയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിനെ സമരം പഠിപ്പിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണ് ലെവിൻ. ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് എത്ര കണ്ട് പാർട്ടിക്ക് ദോഷം ചെയ്യും? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിർണായകമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസ് അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം വലിയ തോതിൽ അടിത്തട്ട് മുതൽ ഉണർത്തിയെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ തയ്യാറെടുക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസും സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒ.ജെ. ജനീഷിന്റെ നേതൃത്വത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികൾ ചുമതലയേൽക്കുകയും അല്ലെങ്കിൽ ഒ.ജെ. ജനീഷ് എന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയേൽക്കുകയും യൂത്ത് കോൺഗ്രസ് സമരങ്ങളിൽ പിന്നോട്ട് പോയി എന്നുള്ള ഉയരുകയും ചെയ്തിരുന്നു. നേരത്തെ മുതിർന്ന നേതാവായിട്ടുള്ള ആളുകളടക്കം അത്തരത്തിലുള്ള ആളുകൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ആളുകളടക്കം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല വേദികളിലും ഉന്നയിക്കുകയും ആ പരാതികൾ പറയുകയും ഒക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യത്തെ ഒ.ജെ. ജനീഷ് ചൂണ്ടിക്കാണിക്കുന്നതും മറ്റും എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം നേതാവിനെ വാക്കുകൾ കൊണ്ട് തള്ളുന്നുണ്ട് ജനീഷ്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന വിവിധ സ്ഥലങ്ങളിലായി വിവിധ ജില്ലാ കമ്മിറ്റികളുടെയും മറ്റും നേതൃത്വത്തിൽ പ്രതിഷേധം അടുത്ത കാലം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമായിരുന്നു. അത് ആളുകൾക്കിടയിൽ അത് മതിപ്പുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു മെറിറ്റ് അംഗീകരിക്കാൻ തയ്യാറാകാത്ത വിധത്തിലുള്ള പ്രതികരണങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടിയാണ് ജനീഷ് ഇന്നലെ നമ്മുടെ ഫയറിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിനോട് ആലോചിച്ചല്ല സമരം നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന് അദ്ദേഹം പറയുമ്പോൾ രണ്ട് തരത്തിൽ ആ കാര്യങ്ങളെ നോക്കിക്കാണാം. ഒന്ന്, ഈ ഇത്രയേറെ ശക്തമായ സമരങ്ങൾ നടന്നിട്ടും അതിനെക്കുറിച്ച് അംഗീകരിക്കാൻ തയ്യാറാകാത്ത നേതൃത്വത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്. രണ്ട്, വി.ഡി. സതീശിന്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്രയടക്കം മുന്നോട്ട് പോകുമ്പോഴും അതിന് കിട്ടാത്ത ശ്രദ്ധ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലൂടെ കിട്ടുന്നു. അത് അല്പം അസൂയാവഹമായ ഇടപെടലിലൂടെയൊക്കെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസിനുള്ളിലെ പച്ചയായ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കെ.സി. വേണുഗോപാലിന്റെ അടുത്ത അനുയായിയാണ് ഒ.ജെ. ജനീഷ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ വകവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കൂടി കെ.സി. ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് സംഘടനാപരമായിട്ടുള്ള അവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തെ തള്ളിപ്പറയാൻ
ഓക്കെ ലെവിൻ, ശരി. അപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നേതാക്കൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും തുടർ പ്രതികരണങ്ങൾ നടത്തും, മിക്കവാറും നടത്താനുള്ള സാധ്യതയില്ല. അതിനെ അങ്ങനെ ഇങ്ങനെ കളയാനാണ് സാധ്യത. വീണ്ടും പറഞ്ഞ് അതിനൊരു വലിയ വിഷയമാക്കുന്നത് അവർക്ക് തന്നെ ദോഷകരമായി തീരുന്നത് കൊണ്ട് നമ്മൾ വലിയ പ്രതികരണമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാലായി